2013-ലല്ല 2014-ലുമല്ല 2020-ലെ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇന്നലെ മുഴുവൻ മെഴുകി വെളുപ്പിച്ച അടൂർ പ്രകാശും ഒന്നിച്ചുള്ള കൂടുതൽ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തിരുവാതിരകളി ഉദ്ഘാടനത്തിനെത്തിയ അടൂരിന്റെ ചിത്രങ്ങൾ എന്ന പേരിൽ പ്രചരിക്കുന്ന പുതിയ ഫോട്ടോകൾക്ക് അടൂർ നൽകുന്ന പുതിയ വാദങ്ങളും മെഴുകലും കാണാൻ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും കവറിൽ കൊടുത്ത ഈന്തപ്പഴം ചീഞ്ഞു നാറി. പുതിയ കഥ ഓൺ ദി വേ ആണ്. വരും മണിക്കൂറുകളിൽ പുതിയ സ്ക്രിപ്റ്റും കേൾക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ മുൻപും പുറത്തു വന്നിരുന്നു. അതെല്ലാം വിവാദമാവുകയും ചെയ്തു. 2019-ൽ സ്വർണ്ണക്കൊള്ള നടന്നതിന് തൊട്ടടുത്ത വർഷം 2020-ൽ ശബരിമലയിൽ നടന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അയാളുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തിനുമൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ നടന്ന തിരുവാതിര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പോറ്റിക്കൊപ്പം വേദിയിലിരുന്ന് പരിപാടി കാണുന്നതുമായ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേരളത്തിലെ വ്യത്യസ്ത പാർട്ടികളിലെ രണ്ട് പ്രമുഖ നേതാക്കളും തമ്മിൽ നിരന്തരമായ സൗഹൃദമുണ്ടായിരുന്നതിന് തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു പുതിയ ചിത്രം കൂടി ഞായറാഴ്ച രാവിലെ പുറത്തു വന്നതാണ്. അതിനു പിന്നാലെയാണ് ഉച്ചയോടെ അടൂർ പ്രകാശും പോറ്റിയും ഒരുമിച്ച് പങ്കെടുത്ത പരിപാടിയുടെ പുതിയ ചിത്രങ്ങളും പുറത്തു വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ MP എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത് എന്നതാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാവുന്നത്. ശബരിമല ന്യൂസ് അപ്ഡേറ്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ 2020 ജനുവരി 1-ന് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വെഞ്ഞാറമൂട് ജീവകലാ സാംസ്കാരിക മണ്ഡലത്തിലെ കുട്ടികൾ ശബരിമല സന്നിധാനത്ത് പുതുവത്സര ദിനത്തിൽ അവതരിപ്പിച്ച തിരുവാതിര ചടങ്ങ് അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്യുന്നുവെന്നാണ് ചിത്രങ്ങളോടൊപ്പം കുറിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിരുന്ന പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ രണ്ട് നേതാക്കളും പോയിരുന്നു എന്ന വാദം ബലപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ കാലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബത്തിനൊപ്പവും സഹപ്രവർത്തകർക്കൊപ്പവും ശബരിമല കേസിലെ കൂട്ടുപ്രതികൾക്കൊപ്പവും നിൽക്കുന്ന ഈ നേതാക്കളുടെ ചിത്രങ്ങൾ നേരത്തെയും പുറത്തു വന്നതാണ്. അതേസമയം ചോദ്യം ചെയ്യലിൽ സംസ്ഥാന നേതാക്കൾക്ക് താനുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു പോറ്റിയുടെ മൊഴി. സോണിയാഗാന്ധിയെ കാണാൻ ഉപയോഗിച്ചത് കർണാടകത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങളാണെന്നാണ് പോറ്റി പറഞ്ഞത്. ഇതേ സമയത്ത് തന്നെയായിരുന്നു അടൂർ പ്രകാശിനെയും SIT ചോദ്യം ചെയ്തത്. പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിൽ SIT വിശദമായി അന്വേഷണം നടത്തും. ഇടപാടുകൾ കണ്ടെത്തിയാൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. പോറ്റിയുമായി സൗഹൃദം ഉണ്ടായിരുന്നെന്നും എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെന്നുമാണ് അടൂർ പ്രകാശ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്.